നടക്കുന്നത്. ഏതായാലും ആ പ്രദേശത്തുള്ള ആളുകളെ ഈ കാര്യത്തിൽ ഇനിയും വലക്കാൻ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും യോജിപ്പെട്ടു. ഓരോ ജനങ്ങളുടെ പ്രശ്നമല്ലേ, ജനങ്ങളുടെ പ്രശ്നം ആവുമ്പോൾ ഗവൺമെൻറ് ആക്ഷൻ എടുക്കും. അതിലെന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടെങ്കിൽ കോടതി ഇടപെടും. കോടതി ഇട്ടപ്പോൾ അതിനുള്ള പരിഹാരം കാണും. അല്ല, പ്രസ് കട്ടിൻ്റെ ഇപ്പോൾ ഇന്ന് അവരെല്ലാം കൂടി വന്നിരുന്നു, MLA മാരൊക്കെ ഉണ്ടായിരുന്നു. ശാശ്വതമായൊരു പരിഹാരം കാണാനുള്ള കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട്. അങ്ങനെ അവർ ശാശ്വതമായൊരു പരിഹാരം കാണാനുള്ള പ്രപ്പോസൽ കൊണ്ടുവരികയാണെങ്കിൽ ഗവൺമെൻറ് അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് അവിടുന്ന് മാറ്റി സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഡീസെൻട്രലൈസ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ സ്ഥലമെടുത്ത് ഫീസിബിളായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുക തുടങ്ങി കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് അവർ നോക്കുകയാണെങ്കിൽ അതിന് ഗവൺമെൻറ് എല്ലാ സപ്പോർട്ടും കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലല്ലോ, ഇതൊക്കെ ഓരോ ജനങ്ങളുടെ പ്രശ്നമല്ലേ, ജനങ്ങളുടെ പ്രശ്നം ആവുമ്പോൾ ഗവൺമെൻറ് ആക്ഷൻ എടുക്കും. അതിലെന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടെങ്കിൽ കോടതി ഇടപെടും. കോടതി ഇട്ടപ്പോൾ അതിനുള്ള പരിഹാരം കാണും. അപ്പോൾ ഏതായാലും ഒരു MLA മാർ ജനപ്രതിനിധികളൊക്കെ മുൻകൈ എടുത്തിട്ട് യോജിച്ച് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രോജക്റ്റും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, യോജിച്ച് പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത്. ഏതായാലും ആ പ്രദേശത്തുള്ള ആളുകളെ ഈ കാര്യത്തിൽ ഇനിയും വലക്കാൻ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും യോജിപ്പെട്ടു. അല്ല, ഇന്നിപ്പോൾ എൻ്റെ അടുക്ക അവർ ജനപ്രതിനിധികളും അവരെല്ലാം കൂടി വന്നിരുന്നു. അവരോട് ഇന്നുണ്ടായ കൂടിയാലോചനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് സർക്കാർ എല്ലാവിധ സപ്പോർട്ടും കൊടുക്കാം, ആ പ്രശ്നം പരിഹരിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവരാലോചിക്കാമെന്നും പറഞ്ഞിട്ടൊരു പരിഹരിച്ചു പോകാനുള്ള ശ്രമം, ആരോഗ്യകരമായൊരു ശ്രമം നടക്കുമെന്നുള്ളത് തീർച്ചയാണ്. കട്ടിപ്പാറ പഞ്ചായത്തിൽ തന്നെ ഈ താങ്കൾ വ്യവസായ മന്ത്രിയായിരിക്കും 94-ൽ ഒരു വ്യവസായ പാർക്കിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അത് ഉടൻ തന്നെ പ്രാവർത്തികമാകുന്നതിലേക്ക് പോകും. അല്ല, അത് ഇപ്പോൾ ഈ പാർക്കുകൾ ചില ഇൻറ്റീരിയർ ഏരിയയിലൊക്കെ ചില പാർക്കുകൾ കിടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലുണ്ട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒന്നിലധികമാണ്. ഇപ്പോൾ അതിനൊക്കെ ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വ്യവസായ പാർക്കുകൾ എവിടെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നാഷണൽ ഹൈവേ വന്നു, അതുപോലെ തന്നെ കുറേയും കൂടി പുതിയ തരം പ്രോജക്റ്റുകൾ, AI വന്നു, ടെക്നോളജി മാറി. അങ്ങനെ വരുമ്പോൾ വ്യവസായ പാർക്കുകളൊന്നും ഇനി ഒഴിഞ്ഞു കിടക്കാൻ സാധ്യതയില്ല. അപ്പോൾ സ്ഥലത്തിന് കൂടുതൽ ആവശ്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഞങ്ങൾ യോഗം ചേർന്നിട്ട് കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രി സോൺ തന്നെ വേണം. പഴയ കൺസെപ്റ്റ് പോലെ 100 ഏക്കർ അതുപോലെ പോയാൽ പോരാ. ആയിരക്കണക്കിന് ഏക്കർ പോർട്ടിൻ്റെ അടുത്ത്, എയർപോർട്ടിൻ്റെ അടുത്ത്, അതുപോലെ ഈ നാഷണൽ ഹൈവേ, ഇപ്പോൾ വലിയ നാഷണൽ ഹൈവേ ഉണ്ടല്ലോ, അതിലേക്ക് ആക്സസ് ഉള്ള വലിയ ഇൻഡസ്ട്രി സോൺ തന്നെ ഉണ്ടാക്കാനാണ് ഗവൺമെൻറ്റിൻ്റെ പരിപാടി. വലിയ ഇൻഡസ്ട്രി സോൺസ്, അതിൽ ലോജിസ്റ്റിക് പാർക്കുകൾ, അതുപോലെ തന്നെ ടെക്നോളജി ഇമ്പോർട്ടൻസ് ഉള്ള പ്രോജക്റ്റുകൾ ഒക്കെ ധാരാളം വരാൻ സാധ്യതയുണ്ട്. IT-യിലും അതുപോലെ തന്നെ AI-യിലും ഒക്കെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ടെക്നോളജി പ്രോജക്റ്റുകളെ സാധ്യത പുതുതായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ വിചാരിക്കുന്ന പോലെ പുകക്കോയിൽ ഫാക്ടറികളല്ല, കേരളത്തിന് അനുയോജ്യമായ തരത്തിൽ പെട്ട ഇപ്പോൾ സെമി കണ്ടക്ടറിനെ പറ്റി കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത് കണ്ടില്ലേ. അതിൽ ഒരു ഓഹരി നമുക്കും കിട്ടണം. നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം വേണം. ആ ഒരു ഇൻഡസ്ട്രി പാർക്കും ഇനി ഒഴിഞ്ഞു കിടക്കാൻ സാധ്യതയില്ല എവിടെയാണെങ്കിലും. അതൊക്കെ പ്രാവർത്തികമാക്കാനുള്ള പ്രോജക്റ്റുകൾ വരും.